ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് എന്തായിട്ടാണെന്ന് അറിയാം ഗൈസ്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ക്രിസ്മസൊക്കെയല്ലേ വന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ വാതിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. മീൻസ് ഞാൻ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അത് വേറെ വാലന്റൈൻസ് ഡേക്കുള്ള സംഭവം പോലെ ആയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് പൂവാട്ടോ ഗൈസ്, ഫ്ലവർ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഡബിൾ ടേപ്പ്, പിന്നെ പെറ്റൽസ് നമുക്ക് കടയിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പെറ്റൽസ് എൻ്റെ കയ്യിലുള്ള റെഡ് കളറാട്ടോ, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ആ പെറ്റൽസ് വേണം. പിന്നെ നടുവിലേക്ക് നമുക്ക് പൂവിൻ്റെ നടുവിൽ വയ്ക്കാൻ വേണ്ടി ഒരു ഏതെങ്കിലും ഗോൾഡൻ കളറോ സിൽവർ കളറോ പേപ്പറോ അല്ലെങ്കിൽ വല്ല സ്റ്റോണോ ബീഡ്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എന്തായാലും വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു മറ്റേ സിൽവർ പോട്ടെ ഗോൾഡൻ കളർ മറ്റേ പേപ്പറില്ലേ, അതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ പൂ ഉണ്ടാക്കണമെന്ന്. നമുക്ക് ഫസ്റ്റ് തന്നെയുള്ളത് ചെറിയൊരു പീസ് ഡബിൾ ടേപ്പാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഡബിൾ ടേപ്പിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിന് 2 അല്ലെങ്കിൽ 3 മുറിച്ചിട്ട് അതിൽ നിന്നായിട്ട് നമ്മൾ ഡബിൾ ടേപ്പ് എടുക്കേണ്ടത്. നമുക്ക് ആ ഡബിൾ ടേപ്പിലേക്ക് അതിൽ നിന്നൊരു പീസ് എടുത്ത് അതിൻ്റെ ഒരു വശത്തെ ടേപ്പിൻ്റെ ഭാഗം പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ റോസ് പെറ്റൽസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 4 സൈഡിൽ 4 അങ്ങനെ 4 ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 ലെയറാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടി കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ലെയർ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ 3 ലെയറായിട്ടോ കഴിച്ച് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ടേപ്പ് കുറച്ച് പ്രശ്നക്കാരനായിരുന്നു, അതുകൊണ്ട് കുറച്ച് പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ ലാസ്റ്റ് ഈ പൂവിൻ്റെ ഫൈനൽ എഫക്റ്റ് ഞാൻ ഫൈനൽ എഫക്റ്റ് അല്ല, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഉണ്ടാക്കി ഒരു 3-4 ഉണ്ടാക്കിയിട്ട് ഞാനത് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് സാങ്കേതിക തടസ്സങ്ങൾ മൂലം എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പം ഞാനതും പറ്റുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഗൈസ്. ഇത് നമുക്കിങ്ങനെ റോസ് പെറ്റൽസ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ട്രൈ ചെയ്യണം. ഈ പെറ്റൽസ് കടയിലും ഓൺലൈനായിട്ടും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. വലിയ വിലയൊന്നുമില്ല, ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഗൈസ്. നിങ്ങൾക്ക് ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇതിൻ്റെ യൂസ് വന്നില്ല. അപ്പോൾ ഈ അടുത്താണ് ഞാൻ കണ്ടപ്പോൾ ക്രിസ്മസ് അല്ലേ, റെഡ് കളറാണല്ലോ, അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഐഡിയ തോന്നി സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ലവ് സെറ്റ് ചെയ്യണ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ഇത് ഞാൻ സെറ്റ് ചെയ്തിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഡോറിലാണ് കേട്ടോ. നിങ്ങൾക്ക് റൂമിലോ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കാണാം കേട്ടോ എങ്ങനെ ഇത് ഉണ്ടാക്കണേന്ന്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കണേന്ന്. നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് നോക്കി കണ്ടുപിടിക്കൂ ഗൈസ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ പൂ ഇഷ്ടപ്പെടാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എന്നോട് അഭിപ്രായം പറയണം കേട്ടോ ഗൈസ്. കണ്ടോ, ഇതേ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു ലെയറായിട്ട് ഞാൻ 3 ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതായിട്ട് നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഇനി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ മറ്റേ ഗിൽറ്റി ആയിട്ടുള്ള അങ്ങനത്തെ തോരണമില്ലേ, നമ്മുടെ നാട്ടിൽ പെരുന്നാളിനൊക്കെ കെട്ടുന്നത് തോരണമെന്നോ അരങ്ങെന്നോ ഒക്കെ പറയും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അത് എൻ്റെ കയ്യിൽ ബീഡ്സും സ്റ്റോൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനത് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായിരിക്കും കൂടുതൽ ബെറ്റർ. പക്ഷെ ഇതും ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നടുവിൽ ഇത്തിരി കട്ടിക്കിരിക്കണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ കെട്ടിട്ട് ഒരു ചെറിയ കട്ടിയുള്ള ഒരു സംഭവം പോലെ ആക്കിയെടുക്കാനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ഗൈസ്. നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കുറച്ച് കൂടുതൽ കഷ്ടപ്പാടാണ് ഇങ്ങനെ കെട്ടിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ. സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ ടേപ്പ് വെച്ചെണ്ണയോ എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. നമ്മൾ ഇങ്ങനെ കെട്ട് വെച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ അതിൻ്റെ ആ കെട്ടിട്ട ഭാഗത്തും അപ്പുറം 2 സൈഡുകളിലും നമുക്ക് ചെറുതായിട്ടൊരു വാല് പോലെ വേണം. എന്നാലാണ് ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഇത് മീൻസ് ഒരു സ്പെഷ്യാലിറ്റി തോന്നണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വാതിലിനൊക്കെ മുകളിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്തതെന്നൊന്നും അത്ര ക്ലിയർ ആവില്ല. എന്നാലും കാണാൻ നല്ല ഭംഗിയായിട്ട് ഗൈസ്. നമുക്ക്
നമുക്ക് നോക്കാട്ടോ ഗൈസ്. ദേ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാട്ടോ ഗൈസ്. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് 5 പൂക്കളാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. ലൈറ്റ് ഇടാത്തതും ലൈറ്റ് ഇട്ടിട്ടുള്ള എഫക്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.